നമ്മുടെ പേഷ്യൻസിന് പലപ്പോഴും ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണ്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എത്തിയതിന് ശേഷം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻസിൽ നമുക്ക് MSRA VRE എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫുകൾ എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ഹാൻഡ് ഹൈജീൻ കൃത്യമായിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ അടുത്ത പേഷ്യൻറ്റിലേക്ക് സ്വാഭാവികമായും പകരാൻ സാധ്യതയുള്ളത്. അത് ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ടുള്ള പേഷ്യൻസിൽ അല്ലെ സർജറി തൊട്ടടുത്ത സമയത്ത് കഴിഞ്ഞ പേഷ്യൻസിലൊക്കെ ഇതിനുള്ള സാധ്യത VREക്കുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. സോ നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാകുന്ന കോണ്ടാക്ട് റിലേറ്റഡ് അല്ലെങ്കിൽ എയർബോൺ ഡിസീസുകളുടെ ഒരു സ്പ്രെഡ് ഒഴിവാക്കാനായിട്ട് എയർബോൺ ഡിസീസൊക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് അവരെ ഒരു നെഗറ്റീവ് പ്രഷറുള്ള സാധാരണ അന്തരീക്ഷത്തിൻ്റെ പ്രഷറിനേക്കാൾ കുറഞ്ഞ പ്രഷർ കീപ്പ് ചെയ്യുന്ന ഒരു ഐസൊലേറ്റഡ് റൂമിലേക്ക് അവരെ നമുക്ക് മാറ്റേണ്ടി വരും. കാരണം ഇവിടുന്ന് പുറത്തേക്ക് ഒരു എയറും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് അത് ഉപകരിക്കും. അതുപോലെ തൊട്ടടുത്ത റൂമുകളിൽ ഉള്ള പേഷ്യൻസിൻ്റെ റൂംസൊക്കെ ആൾവേസ് ഡോറുകൾ അടച്ചിടുന്നതിന് നിർദ്ദേശിക്കുകയും ഇവിടെ ഇത്തരത്തിലൊരു പേഷ്യൻ്റ് ആണ് എന്നത് ഐസൊലേറ്റഡ് റൂമാണെന്നത് കാണത്തക്ക വിധത്തിൽ ഡിസ്പ്ലേകൾ അവിടെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഇത്തരത്തിൽ ഒരു ഫെസിലിറ്റീസ് ഐസൊലേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവണമെന്നത് നിർബന്ധമാണ്. അവർക്ക് ഉപയോഗിക്കുന്ന മാസ്കുകൾ, ക്ലോത്തുകൾ, ഗ്ലൗസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ ഐസൊലേഷൻ ബാരിയേഴ്സ് ഓഫ് നഴ്സിംഗ് ഫെസിലിറ്റീസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. അത് ഹാൻഡിൽ ചെയ്യുന്നതിന് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ്സ് ഐസൊലേഷൻ ഓഫ് പേഷ്യൻസ് വിത്ത് MRSA VRE അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായും നമുക്കൊരു മാനദണ്ഡം കീപ്പ് ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ നമുക്ക് കൃത്യമായ റിസോഴ്സ് ഉണ്ടാവണം. ഇത്തരത്തിൽ ഐസൊലേറ്റഡ് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതിന് പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവണം. സോ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ രണ്ടാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ 4ാമത്തെ ഒബ്ജക്റ്റീവ് അതിൻ്റെ കമ്മിറ്റ്മെൻ്റാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ത് കമ്മിറ്റ്മെൻ്റാണ് ഉള്ളത്? ഐസൊലേഷൻ ഓർ ബാരിയർ നഴ്സിംഗ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ. നമ്മുടെ ഹോസ്പിറ്റലിൽ അത്തരത്തിൽ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതിപ്പോൾ കോണ്ടാക്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിരിക്കാം, ഡ്രോപ്ലെറ്റ്സ് ആകാം, എയർബോൺ ഡിസീസസ് ആകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഐസൊലേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മുടെ ഹോസ്പിറ്റലിന് കഴിയണം. സോ ഇത് ഈ വക കാര്യങ്ങൾ 4 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ 2ാമത്തെ സ്റ്റാൻഡേർഡ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്.